ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 5 ആണ് ഇപ്പോൾ നോക്കുന്നത്. ഈ ഒരു മൊഡ്യൂൾ 5-നകത്ത് ഗ്രാവിറ്റി ആൻഡ് മാഗ്നറ്റിക് മെത്തേഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്ന മാറ്റേഴ്സ് എന്തൊക്കെയാണ്, നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെയാണ് നോക്കുന്നതെന്നും, ഇതിപ്പോൾ ഈ ഒരു മെജോറിറ്റി ചാപ്റ്റേഴ്സും 14 ആണ് ഇവിടുത്തെ വെയിറ്റേജ് മാർക്ക് വരുന്നത്. അതായത് ഗ്രാവിറ്റി ആൻഡ് മാഗ്നറ്റിക് മെത്തേഡ്സ് എന്ന് പറയുന്ന ഇവിടെ വെയിറ്റേജ് മാർക്ക് വരുന്നത് എത്രയാണ്? 14 ആണ്. അപ്പോൾ അതിൽ ഓരോ ടോപ്പിക്കും എന്തിനെയൊക്കെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്രാവിറ്റി പ്രോസ്പെക്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതിനകത്ത് വരുന്നത് ബോർഹോൾ ആൻഡ് എയർബോൺ ഗ്രാവിമീറ്റേഴ്സ് ആണ്. ഭൂമിയിലെ ഗുരുത്വാകർഷണ വ്യത്യാസങ്ങൾ നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഗ്രാവിമീറ്റേഴ്സ്. അതിൽ ബോർഹോൾ ഗ്രാവിമീറ്റർ ഭൂമിക്കടിയിൽ ഉപയോഗപ്പെടുന്നതും എയർബോൺ ഗ്രാവിമീറ്റർ വിമാനങ്ങളിൽ നിന്ന് ഉപരിതലത്തെക്കുറിച്ചുള്ള ഗ്രാവിറ്റി ഡേറ്റ ശേഖരിക്കുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് നമ്മൾ പറയുന്ന നമ്മുടെ സിലബസിലെ പോയിന്റ് എന്താണ്? മാഗ്നറ്റിക് പ്രോസ്പെക്റ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതിനകത്ത് വരുന്നത് റുബീഡിയം വേപ്പർ മാഗ്നറ്റോമീറ്റർ. നോക്കാം. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിലെ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ്, ആ ഒരു ഉപകരണങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ഭാഗം പറയുന്നത്. പ്രത്യേകിച്ചും റുബീഡിയം വേപ്പർ മാഗ്നറ്റോമീറ്റർ പോലുള്ള ഹൈ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് ഡേറ്റ അക്വിസിഷൻ ആൻഡ് കറക്ഷൻ ഇൻ ഗ്രാവിറ്റി ആൻഡ് മാഗ്നറ്റിക് സർവീസ്. ഗ്രാവിറ്റിയും മാഗ്നറ്റിക്കും സംബന്ധിച്ചിട്ടുള്ള ഫീൽഡ് ഡേറ്റ ശേഖരിച്ച് അവയ്ക്ക് കറക്ഷൻസ് എന്ന് പറയുമ്പോൾ അത് ലാറ്റിറ്റ്യൂഡിലോ അതിൻ്റെ എലവേഷൻ, ടെറൈൻ, ഇൻസ്ട്രുമെൻറ്റ് ഡ്രിഫ്റ്റ് ഇതെല്ലാം അവിടെ ഉൾക്കൊള്ളും. അപ്പോൾ ഈ കറക്ഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് എയറോ മാഗ്നറ്റിക് സർവീസ്. വിമാനം ഉപയോഗിച്ച് വിശാല പ്രദേശങ്ങളിൽ നിന്നുള്ള മാഗ്നറ്റിക് ഡേറ്റ സ്വീകരിക്കുന്ന രീതിയാണ് എയറോമാഗ്നറ്റിക് സർവേ. ലാർജ് സ്കെയിൽ റീജിയണിൽ മാപ്പിങ്ങിന് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. മാഗ്നറ്റിക് ഓർ ഗ്രാവിറ്റി ഡേറ്റയിലെ ചേഞ്ചുകൾ മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്യാൻ ഫസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ്സ് എന്നിവ ഉപയോഗിക്കുന്നു. ഇവ അനോമലീസ് ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കണ്ടിന്യൂവേഷൻ മെത്തേഡ്സ്. സർഫസിൽ നിന്നുള്ള ഡേറ്റയെ ഹൈ ലെവൽ അല്ലെങ്കിൽ ലോ ലെവൽ സർഫസിലേക്ക് എക്സ്ട്രാപുളേറ്റ് ചെയ്യാനുള്ള മാത്തമാറ്റിക്കൽ മെത്തേഡുകളാണ് കണ്ടിന്യൂവേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പോളിനോമിയൽ ഫിറ്റിംഗ് ഫോർ റീജിയണൽ ആൻഡ് റെസിഡുവൽ സെപ്പറേഷൻ. ഗ്രാവിറ്റി ഓർ മാഗ്നറ്റിക് ഡേറ്റയിലെ റീജിയണൽ ട്രെൻഡിനെയും അതുപോലെ ലോക്കൽ അനോമലീസിനെയൊക്കെ വേർതിരിക്കാൻ പോളിനോമിയൽ സർഫസ് ഫിറ്റിംഗ് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഒരു സെഷനിൽ എങ്ങനെയാണ് അതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസസ് നമുക്ക് ഈ ഒരു സിലബസ് ബേസ് ചെയ്തിട്ട് നോക്കേണ്ടി വരും. നെക്സ്റ്റ്, ഗ്രാറ്റിക്യൂൾസ് ആൻഡ് അനോമലീസ് ഓഫ് ഇറഗുലർ ബോഡീസ്. ഇറഗുലർ ഷേപ്ഡ് ബോഡീസിനാൽ ഉണ്ടാകുന്ന അനോമലീസ് വിഷ്വലൈസ് ചെയ്യാൻ ഗ്രാറ്റിക്യൂൾ മാപ്സ് ഉപയോഗിക്കപ്പെടുന്നു. അതായത് ഇവിടെ ശരിക്കും ഗ്രിഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലോട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് സിലബസ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ മാത്രമാണ് ഇവിടെ പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ഗ്രാവിറ്റി ആൻഡ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽസ്. ഗ്രാവിറ്റി പൊട്ടൻഷ്യലും മാഗ്നറ്റിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള ആ ഒരു ആശയബന്ധം മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൽ നിന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവയുടെ നിരീക്ഷണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, ഡെപ്ത് എസ്റ്റിമേഷൻ. ഗ്രാവിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് അനോമലിക്ക് കാരണമായ ബോഡി എത്ര ആഴത്തിലുള്ളതാണ് എന്നത് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സിനെയാണ് ഈ ഭാഗം ഉൾക്കൊള്ളുന്നത്. അതായത് ഡെപ്ത് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ദെൻ വരുന്നത് കർവ് മാച്ചിങ് ടെക്നിക്സ് ആണ്. നോൺ സ്റ്റാൻഡേർഡ് കർവ്സിനെ ഉപയോഗിച്ച് ഒബ്സർവ്ഡ് ഗ്രാവിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡേറ്റ കമ്പയർ ചെയ്ത് സബ് സർഫസ് സ്ട്രക്ചറിന്റെ ഷേപ്പ്, ഡെപ്ത്, നേച്ചർ എന്നിവ നിർണ്ണയിക്കുന്ന രീതിയാണ് കർവ് മാച്ചിങ്. ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് മൊഡ്യൂൾ 5-നകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 14 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് മൊഡ്യൂൾ 6 ആണ്. നമ്മൾ പറഞ്ഞ മൊഡ്യൂൾ 6-ൽ റേഡിയോമെട്രിക് മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് ആണ്. ഒരു റേഡിയോ ഐസോട്ടോപ്പിന്റെ ആകെ അണുക്കളിൽ പകുതി ഡീക്കേ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ്. ഇത് ഓരോ മൂലകത്തിനും സ്ഥിരമായ മൂല്യമാണ്. അപ്പോൾ ഹാഫ് ലൈഫ് എന്താണെന്ന് നോക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീക്കേ കോൺസ്റ്റന്റ്, അതായത് റേഡിയേറ്റീവ് ഡീക്കേന്റെ റേറ്റിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ടേം ആണ് ഡീക്കേ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഡീക്കേ പ്രോസസ്സ് എത്ര വേഗത്തിലാണ് നടക്കുന്നു എന്നതിന്റെ ഒരു മെഷർമെന്റ് ആണ് ശരിക്കും ഡീക്കേ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇക്വേഷൻസ് ഒക്കെ നോക്കണം. ദെൻ വരുന്നത് റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയം. ഒരു പേരന്റ് റേഡിയോ ന്യൂക്ലൈഡ് ഡീക്കേ ചെയ്യുമ്പോൾ അതിന്റെ ഡീക്കേ പ്രോഡക്റ്റും അതേ നിരക്കിൽ ഡീക്കേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബാലൻസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു റേഡിയോ ആക്റ്റീവ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോമെട്രിക് മെത്തേഡ്സ് ഫോർ എക്സ്പ്ലോറേഷൻ, ഇത് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അതിനകത്ത് ഇവിടെ റേഡിയോ ആക്റ്റീവ് മിനറൽസും അവരുടെ പാരന്റൽ എലമെന്റ്സ് ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് റേഡിയോമെട്രിക് മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്.
അതായത് മിനറൽ എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ട്രേസിംഗ്, ജിയോളജിക്കൽ ഡേറ്റിംഗ് മുതലായവയൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ GM കൗണ്ടർ, ദാറ്റ് മീൻസ് ഗീഗർ മുള്ളർ കൗണ്ടർ എന്നത് അയണൈസിംഗ് റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെൻസിറ്റീവ് ഉപകരണമാണ്. ഫീൽഡിലും ലബോറട്ടറിയിലും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഇതിൽ വരുന്ന ടോപ്പിക് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ് ആണ് അല്ലേ. മെഡിക്കൽ, ഇൻഡസ്ട്രിയൽ, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നിന്നുള്ള റേഡിയേറ്റീവ് വേസ്റ്റിൻ്റെ സേഫ് മാനേജ്മെൻറ്റ് മെത്തേഡ്സ് അതെങ്ങനെയൊക്കെയാണെന്നുള്ളത്, അതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയാണ്, അതിൻ്റെ ഐസൊലേഷൻ എങ്ങനെയാണ്, അതിൻ്റെ കണ്ടെയ്ൻമെൻറ്റ്, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലിനകത്ത് വരുന്നത്. ദെൻ സെമി കണ്ടക്ടർ ഡിവൈസസ്, റേഡിയേഷൻ ഡിറ്റക്ഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഹൈ സെൻസിറ്റിവിറ്റി ആൻഡ് ഹൈ റെസൊല്യൂഷനുള്ള സെമി കണ്ടക്ടർ ഡിറ്റക്ടേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ സിലിക്കൺ ഡിറ്റക്ടേഴ്സ് എന്താണ്, അവ എങ്ങനെയൊക്കെ റേഡിയേഷൻ മെഷർ ചെയ്യുന്നു എന്നൊക്കെ, അങ്ങനെയുള്ള സെമി കണ്ടക്ടർ ഡിവൈസസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ദെൻ സിൻറ്റിലേഷൻ ഡിറ്റക്ടർ. സിൻറ്റിലേഷൻ ഡിറ്റക്ടർ എന്ന് പറയുമ്പോൾ റേഡിയേഷൻ പാർട്ടിക്കിൾസ് ഇൻസിഡൻറ്റ് ആകുമ്പോൾ ലൈറ്റ് ഫ്ലാഷ് ഒഴിവാക്കുന്ന ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് റേഡിയേഷൻ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതാണ് സിൻറ്റിലേഷൻ ഡിറ്റക്ടർ. നമ്മളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മൊഡ്യൂൾ 7 വെൽ ലോഗിംഗ് ടെക്നിക്സുകളാണ്. അതായത് അതിനകത്ത് വരുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് വെൽ ലോഗിംഗ് മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. ബോർഹോൾസിലൂടെ ജിയോളജിക്കൽ ഫോർമേഷന്റെ സ്വഭാവം, ജലത്തിന്റെ സാന്നിധ്യം, റോക്ക് ലെയേഴ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് തുടങ്ങിയവ മനസ്സിലാക്കാൻ വെൽ ലോഗിംഗ് ഉപയോഗിക്കുന്നു. അതുപോലെ ഇലക്ട്രിക് ലോഗിംഗ് എന്താണ്? അതിനകത്ത് തന്നെ സ്പോണ്ടേനിയസ് പൊട്ടൻഷ്യൽ ലോഗിംഗ് അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. അത് ഫോർമേഷനിലുള്ള നാച്ചുറൽ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽസിനെ മെഷർമെന്റ് ചെയ്യുന്നതാണ് SP ലോഗിംഗ്, അതായത് സ്പോണ്ടേനിയസ് പൊട്ടൻഷ്യൽ ലോഗിംഗ്. ഫ്രഷ് വാട്ടർ, സാൾട്ട് വാട്ടർ ബൗണ്ടറി കണ്ടെത്താനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റേഡിയേഷൻ ലോഗിംഗ് എന്ന് പറയുമ്പോൾ ഗാമാറേ ലോഗിംഗ്, റോക്സിൽ ഉള്ള നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതിനാണ് ഗാമാറേ ലോഗിംഗ് അഥവാ ഷെയ്ഡ് കണ്ടന്റ് കൂടുതലായ ഫോർമേഷൻസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഗാമാറേ ലോഗിംഗ് ഉണ്ട്. ഫോർമേഷന്റെ ബൾക്ക് ഡെൻസിറ്റി കണ്ടെത്താൻ എക്സ്റ്റേണൽ ഗാമ സോഴ്സ് ഉപയോഗിച്ച് മെഷർമെന്റ്സ് എടുക്കുന്നതാണ് ഗാമ ലോഗിംഗ്. ദെൻ വരുന്നത് ന്യൂട്രോൺ ഗാമ ലോഗിംഗ്. ന്യൂട്രോൺ സോഴ്സ് ഉപയോഗിച്ച് ഫോർമേഷന്റെ ഇറാഡിയേഷൻ ചെയ്ത് അതിൽ വരുന്ന ഗാമ റേസ് മെഷർ ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ കണ്ടന്റിന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ന്യൂട്രോൺ ഗാമ ലോഗിംഗ്. ദെൻ എപ്പിതെർമൽ ന്യൂട്രോൺ ലോഗിംഗ്. ഫോർമേഷനിൽ പൊറോസിറ്റി വിലയിരുത്തുന്നതിനുള്ള ന്യൂട്രോണിന്റെ ഇന്ററാക്ഷൻ സ്റ്റഡിയാണിത്. എപ്പിതെർമൽ ന്യൂട്രോൺ റെസ്പോൺസ് ഫോർമേഷൻ കോമ്പോസിഷനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദെൻ അക്കോസ്റ്റിക് വെലോസിറ്റി ലോഗിംഗ്. റോക്സിൽ സൗണ്ട് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്പീഡ് മെഷർ ചെയ്യുന്നത് കൊണ്ട് റോക്ക് കോമ്പാക്ട്നെസ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ലോഗിംഗ് മെത്തേഡാണ് സോണിക് ലോഗിംഗ്. ദെൻ സിമന്റ് ബോണ്ട് ലോഗ്, അതിന് നമ്മൾ CBL എന്ന് പറയും. സിമന്റ് ബോണ്ട് ലോഗ്. കേസിങ്ങിനും ഫോർമേഷനും ഇടയിൽ സിമന്റ് ബോണ്ടിന്റെ ഇന്റഗ്രിറ്റി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ലോഗിംഗ് മെത്തേഡാണ് സിമന്റ് ബോണ്ട് ലോഗ്. വെൽ സീലിംഗിന്റെ എഫക്റ്റീവ്നെസ് ഇതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ദെൻ ലിത്തോ ഡെൻസിറ്റി ടൂൾ, അതിന് നമ്മൾ ഷോർട്ട് ഫോമിൽ LDT എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഫോർമേഷന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉപയോഗിച്ച് റോക്കിന്റെ ലിത്തോളജി അല്ലെങ്കിൽ അതായത് അതിന്റെ ഫോർമേഷൻ ടൈപ്പ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ലിത്തോ ഡെൻസിറ്റി ലോഗിംഗ് ഉപകരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് തെർമൽ ലോഗ്. ബോർഹോളിൽ ടെമ്പറേച്ചറിന്റെ വെർട്ടിക്കൽ വേരിയേഷൻ റെക്കോർഡ് ചെയ്ത് അതിന്റെ ഫ്ലൂയിഡ് മൂവ്മെന്റ്, പെർമിബിലിറ്റി സോൺസ് എന്നിവ കണ്ടെത്താൻ തെർമൽ ലോഗിംഗ് ഉപയോഗിക്കുന്നു. ദെൻ കാലിപ്പർ ഓർ സെക്ഷൻ ഗേജ് ലോഗ്. ബോർഹോൾ ഡയമീറ്ററിൽ വരുന്ന മാറ്റങ്ങൾ മെഷർ ചെയ്യാൻ കാലിപ്പർ ലോഗ് ഉപയോഗിക്കുന്നു. ഇത് വാഷ് ഔട്ട്, സ്കേവിംഗ് എന്നിവ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നു. ദെൻ വരുന്നത് കേസിംഗ് കോളർ ലൊക്കേറ്റർ CCL. കേസിംഗിലുള്ള ഇൻഡിവിജ്വൽ ജോയിന്റ് കോളറുകളുടെ സ്ഥാനം മനസ്സിലാക്കാൻ കേസിംഗ് കോളർ ലൊക്കേറ്റർ ഉപയോഗിക്കുന്നു. ഡെപ്ത് കറക്ഷനായി ഇത് ഉപയോഗിക്കുന്നു. ഡിപ്പ് ആൻഡ് ഡയറക്ഷൻ ലോഗിംഗ്. റോക്ക് ലെയേഴ്സിന്റെ ഇൻക്ലിനേഷൻ, ആംഗിൾ ആൻഡ് സ്ട്രൈക്ക് ഡയറക്ഷൻ ലോഗിംഗ് വഴി നിർണ്ണയിക്കാം. സ്ട്രക്ചറൽ ജിയോളജി അനാലിസിസിനൊക്കെ ഇത് പ്രാധാന്യമുണ്ട് കേട്ടോ. ഇനി ഗ്രാവിറ്റി ലോഗിംഗ് വരുമ്പോഴത്തേക്ക് ഫോർമേഷനിലെ ഗ്രാവിറ്റി വേരിയേഷനുകളെ അടിസ്ഥാനമാക്കി ഡെൻസിറ്റി പാറ്റേണുകൾ തിരിച്ചറിയാനാണ് ഗ്രാവിറ്റി ലോഗ്സ് ഉപയോഗിക്കുന്നത്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഏതാണ്? ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ലോഗിംഗ്. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് നമ്മൾ NMR എന്ന് എഴുതാറുണ്ട്. ഇവിടെ ഫോർമേഷനിൽ ഉള്ള ഫ്ലൂയിഡ്സിന്റെ പൊറോസിറ്റി, പെർമിബിലിറ്റി, അതിന്റെ ഫ്ലൂയിഡ് ടൈപ്പ്, ഓയിലാണോ, ഗ്യാസ് ആണോ, വാട്ടർ ആണോ, ഇതൊക്കെ തീർച്ചയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അത്യന്തം മോഡേൺ ലോഗിംഗ് മെത്തേഡാണ് NMR ലോഗിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 8 ആണ്. മൊഡ്യൂൾ 8ന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 12 ആണ്. നമ്മൾ മൊഡ്യൂൾ 7ന്റെ വെയിറ്റേജ് പറഞ്ഞോന്നറിയില്ല, അതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 12 ആണ്. അതുപോലെ തന്നെ നമ്മുടെ മൊഡ്യൂൾ 6 റേഡിയോമെട്രിക് മെത്തേഡ്സിന്റെ വെയിറ്റേജ് 8 ആണ്. വെൽ ലോഗിംഗ് ടെക്നിക്സ് 12 മാർക്കിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ മൊഡ്യൂൾ 8 വരുമ്പോഴും അത് 12 മാർക്കിന്
ചോദിക്കുന്ന ഒരു സെഷനാണ്. അപ്പോൾ അതിനകത്ത് റിമോട്ട് സെൻസിങ് ആൻഡ് GIS അതിലുള്ള ഓരോ ടോപ്പിക്കും അതിലെന്തിനെ പറ്റിയൊക്കെയാണ് പറയുന്നതെന്നാണ് നമ്മൾ മൊഡ്യൂൾ 8 പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് റിമോട്ട് സെൻസിങ്. അപ്പോൾ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഭൂമിയിലെ വസ്തുക്കളെയും അതിൻ്റെ ഘടനകളെയും ഡിസ്റ്റൻസിൽ നിന്ന് സെൻസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. പിന്നീട് ഇവിടെ എനർജി സോഴ്സസ്, റേഡിയേഷൻ പ്രിൻസിപ്പിൾസ്, അറ്റ്മോസ്ഫിയറിലൂടെ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻസ്, കൂടാതെ സ്പെക്ട്രൽ സിഗ്നേച്ചേഴ്സ്, ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി RS ആൻഡ് GIS ആപ്ലിക്കേഷൻ ഇൻ വേരിയസ് എർത്ത് സയൻസ് സ്റ്റഡീസ് ആൻഡ് അലീഡ് ടോപ്പിക്സ്. സ്ട്രക്ചർ മാപ്പിംഗ്, അതായത് ഭൗതിക ഘടനകൾ, ലിത്തോളജിക്കൽ മാപ്പിംഗ്, ശിലാസംഘം തിരിച്ചറിയൽ, മിനറൽ റിസോഴ്സ് ഐഡന്റിഫിക്കേഷൻ, നാച്ചുറൽ ഹസാർഡ് സ്റ്റഡീസ്, അത് എന്താണ് കൃത്രിമമായിട്ടുള്ള അതിൻ്റെ ഒരു എത്രത്തോളം നമുക്കത് സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു വിലയിരുത്തൽ, അത് ഗ്രൗണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ സോൺസ്, ഭൂഗർഭ ജല സാധ്യത മേഖലകൾ, എൻവയോൺമെന്റൽ മോണിറ്ററിംഗ്, പരിസ്ഥിതി നിരീക്ഷണം, എന്നിവയിൽ റിമോട്ട് സെൻസിങ്ങിനെയും ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് LULC എന്താണെന്ന് നോക്കാം. ലാൻഡ് യൂസ് ആൻഡ് ലാൻഡ് കവർ എന്നാണ് പറയുന്നത്. LULC, ലാൻഡ് യൂസ് ആൻഡ് ലാൻഡ് കവർ മാപ്പിംഗ് എന്നത് ഭൂമി ഉപയോഗം, അതായത് കൃഷിസ്ഥലം, വനം, നഗരമേഖല, ഇങ്ങനെ ഭൂമി ഉപയോഗിച്ചിട്ടുള്ള ഓരോ സംരംഭം, അതായത് സർഫസ് ലെവൽ ഇൻഫർമേഷനും ടൈം അനുസരിച്ച് അതെങ്ങനെ മാറുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾ ലാൻഡ് യൂസ് ആൻഡ് ലാൻഡ് കവർ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് RS ആൻഡ് GIS ഇൻ ദ പൊട്ടൻഷ്യൽ ഏരിയ ഐഡന്റിഫിക്കേഷൻ ഫോർ വാട്ടർ വെൽസ്. ഗ്രൗണ്ട് വാട്ടർ റീചാർജിന് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ RS ആൻഡ് GIS ടൂൾസ് ഉപയോഗിച്ച് ലാൻഡ് ഫോം, സ്ലോപ്പ്, ഡ്രെയിനേജ്, ജിയോളജി, സോയിൽ എക്സെട്ര കമ്പൈൻ ചെയ്ത് പൊട്ടൻഷ്യൽ സോൺസ് ഡിലിനേറ്റ് ചെയ്യുന്നു. അതാണ് ശരിക്കും ആപ്ലിക്കേഷൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഈ ഒരു RS ആൻഡ് GIS ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട്. നെക്സ്റ്റ് വരുന്നത് സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റംസ്. GPS ആൻഡ് GNSS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് GPS, ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് GNSS. ആക്യുറേറ്റ് സ്പേഷ്യൽ ഡേറ്റ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് പ്രത്യേകിച്ച് ഫീൽഡ് ലെവൽ മാപ്പിംഗ്, ബോർഹോൾ ലൊക്കേഷൻ മാർക്കിംഗ്, വെൽ ഇൻവെന്ററി തുടങ്ങിയവയിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻ ഓഫ് GPS ആൻഡ് GNSS ഇൻ ദ ഫീൽഡ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ സ്റ്റഡീസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ, നമ്മുടെ ഒരു എക്സാം തന്നെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പോൾ അവിടെ ഗ്രൗണ്ട് വാട്ടർ വെൽസിൻ്റെ ആക്യുറേറ്റ് പൊസിഷൻ റെക്കോർഡ് ചെയ്യുന്നതിനും ഡേറ്റയൊക്കെ GIS-ൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന്, സർഫസ് ഫീച്ചർ ചേഞ്ച് മോണിറ്റർ ചെയ്യുന്നതിനുമൊക്കെ ഇത് യൂസ് ചെയ്യുന്നു. ഏതാണ് GPS ഓർ GNSS സിസ്റ്റംസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സിലബസ് കവർ ചെയ്യുന്ന ടോപ്പിക്ക്. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം. താങ്ക്